അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമിലെ ഫസ്റ്റ് പാർട്ടിലെ 5ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തളം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമി ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അദ്ദർസുൽ ഖാമിസ്, 5ാമത്തെ പാഠം അന്നജാസാത്തുൽ മൗഫൂഫു അൻഹാ. അപ്പോൾ നോക്കൂ, സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും മസ്ജിദിലേക്ക് നടന്നു. ളുഹറിന്റെ സമയമായി. എൻ്റെ നിസ്കാരം ശരിയാവുമോ? രക്തം പുരണ്ട ഡ്രസ് കാണിച്ച് ഇഖ്ബാൽ ചോദിച്ചു. ശരിയാവും, ഇത് ഇളവുള്ള നജസാണ്, ഉസ്താദ് പ്രതികരിച്ചു. നിസ്കാരശേഷം ഉസ്താദ് പറഞ്ഞു, നജസുകളിൽ ഇളവുള്ളതും ഇല്ലാത്തതുമുണ്ട്. ഇളവുള്ള നജസ് 4 വിധമാണ്. വെള്ളത്തിൽ ഇളവുള്ളവ, ഭക്ഷണത്തിൽ ഇളവുള്ളവ, നിസ്കാരത്തിൽ ഇളവുള്ളവ, നിരുപാധികം ഇളവുള്ളവ. മത്സ്യം, അട്ട പോലെയുള്ള ജലജീവികളുടെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് എന്നിവയുടെ ശവം തുടങ്ങിയവ വെള്ളത്തിൽ ഇളവുള്ളവയാണ്. ഇവ വീണ വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. മാംസത്തിൽ അവശേഷിക്കുന്ന രക്തം, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുണ്ടാവുന്ന മാലിന്യം തുടങ്ങിയവ ഭക്ഷണത്തിൽ ഇളവുള്ളവയാണ്. ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് തുടങ്ങിയവയുടെ രക്തം, ഊൻ പൊട്ടി വരുന്ന രക്തം, ഈച്ച, പാറ്റ, കടന്നൽ എന്നിവയുടെ കാഷ്ടം മുതലായവ നിസ്കാരത്തിൽ ഇളവുള്ളവയാണ്. സ്വന്തം ശരീരത്തിലെ ചോരക്കുരു പോലെയുള്ളവയിൽ നിന്ന് പുറപ്പെടുന്ന രക്തം അവന്റെ പ്രവർത്തനം കൂടാതെ ഡ്രസ്സിലോ മറ്റോ പുരണ്ടാൽ അതിന് അഫുവുണ്ട്. അവന്റെ പ്രവർത്തനം കൊണ്ട് രക്തം വന്നാൽ കുറഞ്ഞതിന് മാത്രമേ അഫുവുള്ളൂ. ഈച്ചയുടെ കാലിലെ നജസ്, മറ്റ് നജസുകളുടെ കാണാൻ കഴിയാത്ത വിധമുള്ള സൂക്ഷ്മമായ കണിക മുതലായവ എല്ലായിടത്തും ഇളവുള്ളവയാണ്. നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉസ്താദ് ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു. ലാ തുസിഹു സ്വലാത്തു ബിൻ നജസ്, നജസോട് കൂടി നിസ്കാരം ശരിയാവുകയില്ല. നമുക്കിനി ഈ പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നസിൽ, യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. 1. വെള്ളത്തിൽ ഇളവുള്ള നജസ്. 2. നിസ്കാരത്തിൽ ഇളവുള്ള നജസ്. 3. നിരുപാധികം ഇളവുള്ള നജസ്. ഇപ്പുറത്ത് നോക്കൂ. എ. ഈച്ചയുടെ കാലിലെ നജസ്. ബി. അട്ടയുടെ കാഷ്ടം. സി. സ്വന്തം രക്തം. നമുക്കിനി ഓരോന്നും ചേർക്കാം. 1. വെള്ളത്തിൽ ഇളവുള്ള നജസ്. അതിന് ശരിയായത് ഓപ്ഷൻ ബി, അട്ടയുടെ കാഷ്ടം. 2ാമത്തത് നിസ്കാരത്തിൽ ഇളവുള്ള നജസ്. അതിന് ശരിയായത് ഓപ്ഷൻ സി, സ്വന്തം രക്തം. 3. നിരുപാധികം ഇളവുള്ള നജസ്. അതിന് ശരിയായത് ഓപ്ഷൻ എ, ഈച്ചയുടെ കാലിലെ നജസ്. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നംല ഉൽ ഫറാഹ്, വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. സ്വന്തം ശരീരത്തിൽ നിന്ന് അവന്റെ പ്രവർത്തനം കൊണ്ട് രക്തം പുറപ്പെട്ടാൽ ഡാഷിന് മാത്രമേ അഫുവുള്ളൂ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കുറഞ്ഞതിന്. സ്വന്തം ശരീരത്തിൽ നിന്ന് അവന്റെ പ്രവർത്തനം കൊണ്ട് രക്തം പുറപ്പെട്ടാൽ കുറഞ്ഞതിന് മാത്രമേ അഫുവുള്ളൂ. 2. ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള ഡാഷിന് ഭക്ഷണത്തിൽ ഇളവുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മാലിന്യത്തിന്. ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള മാലിന്യത്തിന് ഭക്ഷണത്തിൽ ഇളവുണ്ട്. 3. കാണാൻ കഴിയാത്തത്ര ചെറുതായ നജസിന് ഡാഷ് ഇളവുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് എല്ലായിടത്തും. കാണാൻ കഴിയാത്തത്ര ചെറുതായ നജസിന് എല്ലായിടത്തും ഇളവുണ്ട്. 4. മത്സ്യത്തിന്റെ കാഷ്ടത്തിന് ഡാഷിൽ ഇളവുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വെള്ളത്തിൽ. മത്സ്യത്തിന്റെ കാഷ്ടത്തിന് വെള്ളത്തിൽ ഇളവുണ്ട്. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അതുപോലെ തന്നെ എടുത്ത് ഓരോ ബോക്സിൽ എഴുതണം. അപ്പം നോക്കൂ. അന്നജാസാത്തുൽ മൗഫൂഫു അൻഹാ, സൂക്ഷ്മം. നജസ്, അല്പം. ആമീൻ, ധാന്യം. ഉസ്താദ്, മാലിന്യം. ഇഖ്ബാൽ, ജലജീവി.
അമൽ, പള്ളി, സമക്കുൻ, സ്പെഷ്യൽ. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.